അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 146. ജ്വാല തന്റെ വയറിലിരിക്കുന്ന അഗ്നിയുടെ കൈകളിൽ മുറുകെ പിടിച്ച് അവന്റെ മുഖം ചിരിച്ച് ദയനീയമായി നോക്കി. പക്ഷെ അപ്പോഴും അവന് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നുമില്ല. കുറുമ്പോടെ നോക്കുന്നുണ്ട് അവളെ. അതെ, എന്താ ഇത്, സ്ഥലകാലബോധമൊന്നും ഇല്ലേ ഇപ്പൊ രണ്ടിനും? വ്യാസ അഗ്നിയെ ജ്വാലയും കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ഈ ജ്വാല അവനെ നോക്കി ഇളിച്ചു കൊടുത്തു. അത് അത് ദേവേട്ടൻ പിണങ്ങി. അപ്പോ അതുകൊണ്ടാ, അവള് ചമ്മലോടെ പറഞ്ഞു. അവളുടെ മുഖഭാവം കണ്ട് വ്യാസിന് ചിരി വരികയാണ് ചെയ്തത്. ഓ പിന്നെ പിണക്കം വിശ്വസിക്കില്ലേ വ്യാസേട്ടാ? പിണക്കാണെങ്കിലും അല്ലെങ്കിലും ഇവർക്ക് എപ്പോഴും ഉമ്മവപ്പ് തന്നെ പണി. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോ ഇതൊക്കെ കണ്ടു കണ്ട് ശീലായി അല്ലേ അച്ഛാ? അപ്പു കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഒന്ന് നിശ്വസിച്ചു. അതെ അതെ, മോഹനും അത് സമ്മതിച്ചു. ചിത്തു മാത്രം ചിരിക്കുന്നുണ്ട്. ഞാൻ ചായ എടുത്തിട്ട് വരാം. അതും പറഞ്ഞ് അവർ കിച്ചണിലേക്ക് പോയി. വ്യാസ് അഗ്നിയും ജ്വാലയും ചിരിയോടെ നോക്കിക്കൊണ്ട് വീണ്ടും ചുറ്റും മീനുവിനായി തിരഞ്ഞു. ഇവളിത് എവിടെയാണാവോ എന്തോ, അല്ലെങ്കിൽ എന്റെ നിഴല് കാണുമ്പോഴേക്ക് ഓടി വരുന്ന പെണ്ണായിരുന്നു. വിഷമത്തോടെ സ്വയം പറഞ്ഞുകൊണ്ട് അവൻ മോഹനോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പു പൊന്നൂനെ ഒന്ന് ഇടങ്ങണ്ണിട്ട് നോക്കി. അപ്പോഴും കിളിപോയ പോലെ അഗ്നിയും ജ്വാലയും നോക്കി നിൽക്കുന്നുണ്ട് പെണ്ണ്. ആ അല്ലേലും ഇവിടെ വന്ന അന്ന് തൊട്ട് ഇതുപോലെ നിൽപ്പാണല്ലോ ഈ പെണ്ണിന്റെ പണി. പാവം, ഒരു ഉമ്മ കണ്ടിട്ടൊക്കെ ഇങ്ങനെ മിഴിച്ചു നിൽക്കാൻ പാടുണ്ടോ? സില്ലി ഗേൾ. അപ്പുവിന് ചിരി വരുന്നുണ്ടായിരുന്നു. ചുണ്ടിൽ വിരലുകൊണ്ട് പതിയെ തട്ടി അവൻ ചിരി ഒതുക്കുന്നുണ്ട്. പൊന്നു. ജ്വാല പൊന്നുവിനെ വിളിച്ചു. ഏ? പൊന്നു ഞെട്ടി. എന്തു പറ്റി? ജ്വാല ഒന്നും അറിയാത്തതുപോലെ അവളോട് ചോദിച്ചു. പൊന്നു അവളെ കൂർപ്പിച്ചു നോക്കി. എന്റെ പൊന്നു ജ്വാല, ഈ വീട്ടിലുള്ളവർക്കെല്ലാം ഉമ്മ ഭ്രാന്താണോ? എങ്ങോട്ട് തിരിഞ്ഞാലും ഉമ്മ. എനിക്കാണെങ്കിൽ ഇപ്പൊ ഉമ്മാന്ന് കേൾക്കുമ്പോ പോലും പേടിയാ. പൊന്നുവിൽ നിന്നൊരു നെടുവീർപ്പുയർന്നു. അവളുടെ സംസാരം കേട്ട അപ്പൂനും അഗ്നിക്കും ജ്വാലയ്ക്കും ചിരി വന്നു പോയി. അതിന് നീ എന്തിനാ പേടിക്കുന്നെ? നിന്നെ ആരെങ്കിലും പിടിച്ച് ഉമ്മ വെച്ചോ? അഗ്നി അപ്പൂനെ ഒന്ന് നോക്കി പൊന്നുവിനോട് ചോദിച്ചു. മോഹന്റെ വ്യാസിന്റെ നോട്ടം പൊന്നുവിലേക്ക് സംശയത്തോടെ നീണ്ടു. ഏട്ടാ. അപ്പു ദയനീയമായി അഗ്നിയെ വിളിച്ചു. എന്താ അനിയ? പ്ലീസ്. അപ്പു ചുണ്ടനക്കി. പൊന്നു സംശയത്തോടെ അപ്പൂനെ നോക്കി. എന്റെ ഈശ്വര, ഈ മരപ്പട്ടിയെല്ലാം അഗ്നിയോട് പറഞ്ഞോ? പൊന്നുവിന് ടെൻഷനായി. പൊന്നു, ദേവേട്ടൻ ചോദിച്ചത് കേട്ടില്ലേ? ജ്വാല കൂടി പൊന്നുവിനോട് ചോദിച്ചതും പൊന്നു ആകെ വിളറിപ്പോയി. ഉമ്മയോ? ഏയ്, എന്നാരും ഉമ്മ വയ്ക്കാനാ? പതർച്ചയോട് അവള് ചോദിച്ചു. അപ്പോ ഇന്നലെ അപ്പു മോളെ ഉമ്മ വെച്ചില്ലേ? മോഹൻ ഇടയ്ക്ക് കയറി. അപ്പുവോ? വ്യാസ് അമ്പരന്ന് പോയി. ഓ, ഈ അച്ഛൻ. വ്യാസേട്ട, അത് അങ്ങനെയല്ല. ജസ്റ്റ് ഒരു സഹായം ചെയ്തതാ. പക്ഷെ അത് എനിക്ക് പണിയായി. അപ്പു ദയനീയമായി പറഞ്ഞു. സഹായോ? ഉമ്മ വെച്ചിട്ടോ? വ്യാസ് കണ്ണുമിഴിച്ചു. ഓ എന്റെ വ്യാസ്, ഇത് അതൊന്നുമല്ല. പൊന്ന് വീഴാൻ പോയപ്പോ അപ്പു പിടിച്ചതാ. അപ്പു പറ്റിപ്പോയതാ. വ്യാസിന് ചായയുമായി കിച്ചണിൽ നിന്ന് ഇറങ്ങി വന്ന ചിത്തു ചിരിയോടെ പറഞ്ഞു. ഓ അത് ശരി. വ്യാസ് ചിരിയോടെ ചായക്കപ്പ് വാങ്ങി. അപ്പു അവനെ നോക്കി ഇളിച്ചു കൊടുത്തു. പൊന്നു ചിരിയോടെ അവരെ നോക്കിയതേയുള്ളൂ. ദേവേട്ടാ വിടന്നേ. ജ്വാല തന്റെ വയറിലിരിക്കുന്ന അഗ്നിയുടെ കയ്യിൽ വിരൽ വെച്ച് ചുരണ്ടിക്കൊണ്ട് വിളിച്ചു. മീനു എവിടെ? റൂമിലുണ്ട്. അത് പൊന്നു പറഞ്ഞിട്ട് മാറി നിൽക്കുക. അവള് പറഞ്ഞു. എന്തിന്? അഗ്നി സംശയത്തോടെ ചോദിച്ചു. അത് പറയാ. ഇപ്പൊ ദേവേട്ട മാറ്. മാറില്ല. അവനിൽ വാശി. എന്റെ നല്ല ദേവേട്ടനല്ലേ? തന്നെ അങ്ങനെ തന്നെ പിടിച്ച് ചെറുതായി അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുന്നവനോട് അവൾ കൊഞ്ചലോടെ പറഞ്ഞു. അല്ലല്ലോ, ഞാൻ ചീത്തയാ. അവൻ പറഞ്ഞു. അയ്യേ, നിങ്ങളെന്താ കൊച്ചു പിള്ളേരെ പോലെ? അവള് ചിരിയോടെ ചോദിച്ചു. ഞാൻ കൊച്ചുകുട്ടി തന്നെയല്ലേ? അതല്ലേ ഞാൻ രാത്രി നിന്നോട് ചേർന്ന് കിടക്കുന്നേ? അവൻ രഹസ്യമായി ചോദിച്ചു. ജ്വാല അവന്റെ കൈകളെ വിടിവിപ്പിച്ച് അവനെ നകന്നു നിന്നു. അഗ്നി അവളെ നോക്കി കണ്ണിറുക്കി. ജ്വാല അവനെ ചുണ്ടുകൂർപ്പിച്ചു നോക്കി. ഉം. അവൻ പതിയെ പറഞ്ഞു. ജ്വാല ചിരിയോടെ തല താഴ്ത്തി. അഗ്നി അവളെ നോക്കി മീശയൊന്ന് പിരിച്ച് വ്യാസിന്റെ അടുത്ത് പോയിരുന്നു. ആശ്വാസത്തോടെ ജ്വാല പൊന്നൂന്റെ അടുത്തേക്കും പോയി. എടി, വ്യാസേട്ടൻ ഇതുവരെ മീനൂനെ അന്വേഷിച്ചില്ലല്ലോ? ജ്വാല അവളുടെ ചെവിയിൽ പതിയെ പറഞ്ഞു. അന്വേഷിക്കും. നീ ഇങ്ങനെ ആക്രാന്തം കാണിക്കല്ലേ. അങ്ങേരുടെ മുഖത്തേക്കൊന്ന് നോക്കിയേ നീ. അഗ്നിയേട്ടനോട് അപ്പേട്ടനോട് അച്ഛനോട് അമ്മയോടൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ നോട്ടടക്കിയ ഈ റൂമിലേക്കല്ലേ? പൊന്നു കുസൃതിയോടെ ചോദിച്ചു. ആണോ? ജ്വാല സംശയത്തോടെ വ്യാസിനെ നോക്കി. അത് ശരിയാ, വ്യാസേട്ടൻ മീനുനെ തരിക. ജ്വാല ചിരിയോടെ അവനെ നോക്കി നിന്നു. ഏട്ടനിത് ആരെ നോക്കുന്നേ? കുറെ നേരമല്ലോ തുടങ്ങിയിട്ട്. അവന്റെ കണ്ണുകളുടെ ഓട്ടം കണ്ട അവസാനം ജ്വാല ചോദിച്ചു. വ്യാസ് അവളെ കൂർപ്പിച്ചു നോക്കി. നിനക്കറിഞ്ഞൂടടി എന്ന പോലെ. ജ്വാല പക്ഷേ ഇളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാനാരെയും നോക്കിയില്ല. അവൻ ഗൗരവത്തോടെ പറഞ്ഞു. ഇല്ലേ? അപ്പൊ എനിക്ക് തോന്നിയതാവും. ജ്വാല പറഞ്ഞതും വ്യാസ് അപ്പോഴും അവളെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നുണ്ട്. എല്ലാരും ചേർന്ന് എന്തോ ഒപ്പിച്ചിട്ടുണ്ട്. അതാ മീനും പുറത്തേക്ക് വരാത്തെ. ഇനി ഞാൻ എങ്ങനെ അവളെ കാണും? മങ്ങിയ മുഖത്തോട് അവൻ മനസ്സിൽ പറഞ്ഞു തീരുമ്പോഴേക്കും സൗബിയുടെ റൂമിന്റെ വാതിൽ അവിടെ തുറന്നിരുന്നു.
എല്ലാവരുടെയും നോട്ടം അങ്ങോട്ടേക്ക് പോയി. സൗബി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവളുടെ. ജ്വാല, എനിക്കൊരു ചായ തരുമോ? തന്നെ നോക്കി നിൽക്കുന്ന പൊന്നൂനെ ജ്വാലയെ ഒന്ന് നോക്കി വരുത്തി കൂട്ടിയ ചിരിയോടെ സൗബി ജ്വാലയോട് ചോദിച്ചു. ഇന്നലത്തെ ദേഷ്യം അവളിൽ അപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ ജ്വാല അത് കേട്ടിട്ടേ ഇല്ല എന്ന പോലെ അവളിൽ നിന്ന് പെട്ടെന്ന് മുഖം തിരിച്ചു. കുട്ടി, ഇവിടേക്ക് വരൂ, ഞാൻ ചായ കൊണ്ടുതരാം, ചിത്തു അവളോട് പറഞ്ഞു. അപ്പോഴാണ് സൗബി ഹാളിൽ ഇരിക്കുന്ന എല്ലാരെയും ശ്രദ്ധിക്കുന്നത്. ചിത്തുവിനെ, മോഹനെ, അഗ്നിയെ, അപ്പൂനെയും കടന്ന് അവളുടെ കണ്ണുകൾ വ്യാസിലേക്ക് എത്തിയതും സൗബിയുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങി. അവള് പെട്ടെന്ന് അവർക്കടുത്തേക്ക് നടന്നു. ഇവളിത് എങ്ങോട്ടാ? പൊന്നു ജ്വാലയോട് ചോദിച്ചു. ആ, ജ്വാല കൈമലർത്തി. സൗബി അപ്പൂനെ നോക്കിയൊന്ന് ചിരിച്ചു കൊടുത്ത് അവനിരിക്കുന്ന സോഫയിലിരുന്നു. അപ്പു അല്പം കൂടി അവളിൽ നിന്ന് നീങ്ങിയിരുന്നു. ഗുഡ് മോർണിംഗ് അങ്കിൾ, ഞാൻ എഴുന്നേൽക്കാൻ അല്പം താമസിച്ചു പോയി. സോറി അരവേട്ട, സൗബി അപ്പൂനോടും മോഹനോടുമായിട്ട് പറഞ്ഞു. അപ്പു തലയാട്ടി. അത് സാരല്ല, വല്ലതും പോയി കഴിക്കെന്നാ, മോഹൻ പറഞ്ഞു. പോവാ. അല്ല, ഇതാരാ? അഗ്നിയേട്ടൻ്റെ ജ്വാലയുടെ കല്യാണത്തിന് കണ്ടപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എന്താ ചേട്ടന്റെ പേര്? കണ്ണൊക്കെ വിടർത്തി സൗബി വ്യാസിനോട് ചോദിച്ചു. വ്യാസ്. അവളുടെ തിളങ്ങുന്ന കണ്ണിലേക്ക് അസ്വസ്ഥതയോടെ നോക്കിക്കൊണ്ട് വ്യാസ് പറഞ്ഞു. അഗ്നി, അപ്പു, മോഹനും അവളെ സംശയത്തോടെ നോക്കി. ഇവളൊരു കോഴി തന്നെ, ആ നോട്ടം കണ്ടാലറിയാ. എന്റെ മീനു, നിന്റെ വ്യാസേട്ടൻ ഇതേടി ഇവിടെ ഒരുത്തി ട്യൂൺ ചെയ്യുന്നു. അപ്പു മനസ്സിൽ ചിരിയോടെ പറഞ്ഞുപോയി. നോക്കടി പല്ലി, നീ നല്ലോണം നോക്ക്. മീനു കാണുന്നത് വരെ നീ നോക്കൂ. അവള് കണ്ട അന്ന് നിന്റെ കണ്ണവള് കുത്തിപ്പൊട്ടിക്കും. ഹോ, അതൊന്ന് കണ്ടാ മതി എനിക്ക്, അപ്പു ആത്മാർത്ഥമായി പറഞ്ഞു. ചിത്ത് സൗബിക്ക് ചായ കൊണ്ടുവന്ന് കൊടുത്തിട്ടും അത് വാങ്ങി വ്യാസിനെ നോക്കി ഇരിക്കുകയാണ് അവള്. എന്തൊരു ഭംഗിയാ വ്യാസേട്ടനെ കാണാൻ. ശരിക്കും പറഞ്ഞ ആരവേട്ടനേക്കാൾ നിറവുണ്ട്. മൊത്തത്തിൽ കൊള്ളാം. അവൾ അവനെ ആകെ ഒഴിഞ്ഞു നോക്കി. ജ്വാലേട്ടത്തി, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ? ആ ശവന്തേ എന്റെ വ്യാസേട്ടനെ ചോര ഊറ്റുന്നു. അവളെ ഞാനിന്ന് കൊല്ലും. വാതിലിനിടയിലൂടെ വ്യാസിനെ നോക്കി നിന്ന മീനു സൗബിയുടെ വായ്നോട്ടം കണ്ട് കലിപ്പായി. ജ്വാല ചിരിയോടെ പൊന്നൂനെയാണ് നോക്കിയത്. എന്റെ പൊന്നു മോളെ, നീ ഒന്ന് അടങ്ങ്. ആ പിടക്കോഴിക്കുള്ള നമുക്ക് കൊടുക്കാ. ഞാൻ പറയാതെ നീ പുറത്തോട്ടെങ്ങാനും വന്നാ നിന്റെ കാല് ഞാൻ തല്ലി ഒടിക്കും. വാതിൽക്കലേക്ക് അല്പം ചേർന്ന് നിന്ന് പൊന്നു പറഞ്ഞു. പൊടി പട്ടി. മീനു പല്ല് കടിച്ചു. താങ്ക്സ്. പൊന്നു അവൾ കിളിച്ചു കൊടുത്തുകൊണ്ട് വീണ്ടും സൗബിയെ നോക്കി. ഉഫ്, എജ്ജാതി ചോരയൂറ്റൽ. പൊന്നു സൗബിയെ നോക്കി പറഞ്ഞുപോയി. പക്ഷേ മീനുവിനെ ഇതുവരെയും കാണാതെ ആകെ ഭ്രാന്ത് പിടിച്ചിരുന്ന വ്യാസിന് സൗബിയുടെ നോട്ടം കൂടി കണ്ടതും ആകെ ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു. സൗപർണിക, എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് വ്യാസ് ചോദിച്ചു. സൗബി ഞെട്ടിപ്പോയി. ഏയ് ഒന്നുമില്ല, ഏട്ടനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അവള് പുഞ്ചിരിയോട് പറഞ്ഞു. വ്യാസ് അവളിൽ നിന്ന് മുഖം തിരിച്ചു. വല്ലാതെ സൗന്ദര്യം നോക്കണ്ട സൗപർണിക. ഈ സൗന്ദര്യം നോക്കുന്നത് നിനക്കും നിന്റെ ചേച്ചിക്കും ഒരു ശീലാണല്ലേ. ഒരുത്തി സൗന്ദര്യം നോക്കി നോക്കി എന്റെ കയ്യിൽ നിന്ന് ബെൽറ്റിന് അടി വാങ്ങിച്ച്, അഗ്നി ആരോടൊന്നില്ലാതെ പറഞ്ഞു. പൊന്നൂനും ജ്വാലയ്ക്കും അഗ്നിയുടെ പറച്ചിൽ കേട്ട് ചിരി വന്നു പോയി. നോക്കുമ്പോ അപ്പുവിന്റെ മുഖത്തും ചിരിയാണ്. സൗബിയുടെ മുഖം ചോര പറ്റിയതുപോലെ ആയിപ്പോയി. അത് ഞാൻ വെറുതെ, അവളെ വിക്കിക്കൊണ്ട് പറഞ്ഞു. ഞാനും വെറുതെ പറഞ്ഞതാ. സൗപർണിക ചായ കുടിക്ക്. അഗ്നി അവളെ രൂക്ഷമായി നോക്കി. സൗബി പെട്ടെന്ന് തലതാഴ്ത്തിയിരുന്നു. വ്യാസ് സോഫയിൽ നിന്നും എഴുന്നേറ്റു. അല്ല, ഇവിടെ ഉള്ളവരൊക്കെ എവിടെ? അവസാനം മീനുവിനെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് തോന്നിയതും വ്യാസ് ചോദിച്ചു. സൗബി ഒഴികെ ബാക്കി എല്ലാത്തിന്റെ ചുണ്ടിൽ കള്ളച്ചിരി വിരിഞ്ഞു. മീനു ചുമരിലേക്ക് ചാരി നിന്ന് കണ്ണുകൾ അടച്ചു. അവളുടെ നെഞ്ചിടിപ്പ് വല്ലാതെ ഉയർന്നു പോയി. ഇവിടെയുള്ളവരല്ലേ ഞങ്ങളൊക്കെ. എന്താ ജ്വാല, നിന്റെ ഏട്ടന് കാഴ്ചയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പൊന്നൊരാക്കലോടെ ജ്വാലയോട് ചോദിച്ചു. വ്യാസ് അവളെ കൂർപ്പിച്ചു നോക്കി. അല്ല, വ്യാസേട്ടനെ ഇവിടെയുള്ളവരൊക്കെ ചോദിച്ചുകൊണ്ട് പറഞ്ഞതാ ഞാൻ. ഞങ്ങളെല്ലാം ഇവിടെ തന്നെ ഇല്ലേ? പൊന്നൂൻ അപ്പോഴും കുറുമ്പാണ്. അതാ ഏട്ടാ, ഞങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ആണോ ഏട്ടനെ അന്വേഷിക്കുന്നേ? ജ്വാല ഒന്ന് എറിഞ്ഞു നോക്കി. അഗ്നിക്ക് അപ്പൂനും മോഹനും ചിത്തൂനും പെൺപിള്ളേരുടെ മനസ്സിൽ എന്താണെന്ന് ഇപ്പോൾ ഏകദേശം മനസ്സിലായിരുന്നു. ലച്ചു. വ്യാസ് പല്ല് കടിച്ചു. എന്താ ഏട്ടാ? അവളിൽ നിഷ്കളങ്കത. കുന്തം ഒന്നുമില്ല, ഞാൻ പോവാ, കലിയോട് പറഞ്ഞുകൊണ്ട് അവൻ സോഫയിൽ നിന്നും അവന്റെ ഫോണും എടുത്തു. സൗബി അവനെ സംശയത്തോടെ നോക്കി. എന്തു പറ്റിയാവോ? അവൾക്കൊന്നും മനസ്സിലായില്ല. പോവാണോ വ്യാസ്? കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോവാടാ, അഗ്നി പറഞ്ഞു. ഇല്ല, പോവാ. അതും പറഞ്ഞ് അവൻ ജ്വാലയുടെ അടുത്തേക്ക് നടന്നു. കഴിച്ചിട്ട് പോവാട്ടാ, ജ്വാല കുറുമ്പോടെ പറഞ്ഞു. നീ തന്നെ കഴിക്കടി ദ്രോഹി, എല്ലാം അറിഞ്ഞു വെച്ചിട്ട് അവളുടെ ഒരു, കലിയോടെ പറഞ്ഞുകൊണ്ട് അവൻ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി. ബാക്കിയുള്ളവരും അവനൊപ്പം പുറത്തേക്ക് ഇറങ്ങി. ജ്വാല ചിരിയോടെ പൊന്നൂന്റെ കൈയും പിടിച്ച് വാതിൽപ്പടിയിൽ നിന്നു. സൗപർണിക വ്യാസിനെ നോക്കി സിറ്റ് ഔട്ടിന്റെ തിണ്ണയിലിരുന്നു. എന്തിനാണ് അവനിത്ര ദേഷ്യമെന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല. എന്തായാലും അമ്മയോടൊന്ന് സംസാരിച്ചു നോക്കണം. ആരവേട്ടനെ തന്നെ വേണമെന്ന് നിർബന്ധം ഉണ്ടാവോ? വ്യാസേട്ടന ഒന്നുകൂടെ ഭംഗി, എനിക്ക് ഇയാളെ മതി, അവൾ അവനെ ഒഴിഞ്ഞു നോക്കി മനസ്സിൽ സന്തോഷത്തോടെ പറഞ്ഞു. വ്യാസ് പ്രതീക്ഷയോടെ ഒരിക്കൽ കൂടി പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. ഇല്ല, അവളില്ല.
അവന് ശരിക്കും സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അവൻ അവന്റെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചു. പക്ഷെ കഴിയുന്നില്ല. ഒരു തവണയെങ്കിലും അവളെ കാണാതെങ്ങനെ? അവന്റെ നെഞ്ചു വിങ്ങി. അവൻ അഗ്നിയെ, ജ്വാലയെ, അപ്പുവിനെ മാറി മാറി നോക്കി. എന്താ വ്യാസ്? അഗ്നി ചോദിച്ചു. പക്ഷെ വ്യാസിന്റെ നോട്ടം ആ സമയം ജ്വാലയിലായിരുന്നു. ജ്വാല, അത് മീനു എവിടെ? ഇത്രയും നേരമായിട്ടും അവളെ അവളെ മാത്രം കണ്ടില്ലല്ലോ. അവളെ കാണാതെ പറ്റില്ല എന്ന് തോന്നിയ നിമിഷം വ്യാസ് പ്രതീക്ഷയോടെ ജ്വാലയോട് ചോദിച്ചു. അഗ്നി, അപ്പുവും മോഹനും ചിത്തുവും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിച്ചുപോയി. സൗബിയുടെ നെറ്റി ചുളിഞ്ഞു. വ്യാസേട്ടൻ എന്താ അവളെ അന്വേഷിക്കുന്നേ? അപ്പോ അവളെ കാണാൻ വേണ്ടിയിട്ടാണോ വന്നേ? പൊന്നു ഗൗരവത്തോടെ ചോദിച്ചു. അതെ, അവൻ വീറോടെ പെട്ടെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചു. പൊന്നു ചിരിയോടെ ജ്വാലയൊന്ന് നോക്കി വാതിൽ പടിയിൽ നിന്നും ഇറങ്ങി അല്പം നീങ്ങി നിന്നു. പൊന്നൂനോട് എന്തോ പറയാനായി അവളെ നോക്കിയ വ്യാസ് വാതിൽപ്പടിയിൽ തന്നെ കണ്ണിമയ്ക്കാതെ നോക്കി നിൽക്കുന്ന മീനുവിനെ കണ്ട് ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നുപോയി. അവന്റെ മിഴികളിൽ തിളക്കം കൂടി. മീനു കുറുമ്പോട് അവനെ നോക്കി ചിരിച്ചു കൊടുത്തു. തുടരും.